നിന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാനൊക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. NGS നാരായണൻ 2015 ഡെക്കാൻ ക്രോണിക്കളിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്ഥലത്തിന്റെ ഏറ്റവും പഴയ പേര്, അതായത് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴയ പേര് ഹന്നരേഡു ബേദി എന്നായിരുന്നു. അറിയാമോ? പിന്നെ ഇത് കിടങ്ങാട് ബസ്തി എന്നറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹന്നരേഡു ബേദി എന്നറിയപ്പെട്ടിരുന്ന കിടങ്ങാട് ബസ്തി എന്ന് പിന്നീട് അറിയപ്പെട്ടിട്ടുള്ള ഗണപതി വട്ടം എന്നറിയപ്പെട്ടിട്ടുള്ള സുൽത്താൻ ബത്തേരി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു പ്രദേശത്തിന്റെ പേര് ഇന്നത് തന്നെ ആവണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ പൊരുളാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നിങ്ങൾ NGS നാരായണന്റെ വാദം കൊണ്ട് വരല്ലേ? നിങ്ങളുടെ ആർഗ്യുമെന്റ് പോയിന്റ് പരാജയപ്പെടുന്ന സമയത്ത്, അജണ്ട പൊളിയുന്ന സമയത്ത് CPM-ന് വേണ്ടി വിടുപണി എടുക്കുന്ന മാധ്യമ പ്രവർത്തക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. നിങ്ങൾ ഈ അജണ്ട പൊളിയുന്ന ഒന്നും ചെയ്യാതെ വെറുതെ ഒരു മൂലക്ക് ഇരുന്നാ മതി. അടി അവനപ്പെട്ട ചോദിച്ചു വാങ്ങും. അത്രയ്ക്കും എടുക്കുന്ന ഒരു കാര്യത്തിൽ ഉത്തരം പറയാൻ ഞാൻ പിന്നെ എന്ത് വേണമെന്നായി പറയുന്നത്? ഈ വിഷയത്തിനകത്ത് വാദം ചോദ്യം ചോദിക്കുന്ന ആളെ എന്തോ അങ്ങ് ആക്കി കളയാമെന്നൊക്കെ ഉള്ളത് അങ്ങ് ശാഖയിൽ വെച്ചാൽ മതി സന്ദീപ്, ഇവിടെ വേണ്ട. മതിയടാ, നിന്റെ ഈ ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട, അവിടെ മതി. അങ്ങ് ശാഖയിൽ വെച്ചാൽ മതി സന്ദീപ്, ഇവിടെ വേണ്ട. പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നല്ല സ്റ്റാൻഡേർഡ് വേണം. അതൊക്കെ ശാഖയിൽ നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. സുരേന്ദ്രനെ ആക്ഷേപിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള സർക്കാർ രേഖ നിങ്ങൾ മറച്ചു വെച്ചു. ഇപ്പൊ പറയാ കയ്യിലുണ്ട്, കണ്ടുവന്ന് നിങ്ങൾ പറയാത്തത്. നിങ്ങളുടെ കയ്യിൽ സർക്കാർ രേഖ ഉണ്ടല്ലോ. അതൊക്കെ ശാഖയിൽ വെച്ചിട്ട് വന്നാൽ മതി സന്ദീപേ. ഇനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഞാൻ പറയുന്നത് ചരിത്രമാണ്. ഞാൻ കോട്ട് ചെയ്തത് പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്കൂടെ തോന്നണ്ടേ. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കോ ഒന്നും സർട്ടിഫിക്കറ്റ് തരാൻ ആയിട്ടില്ല. ആയിട്ട് വാ, എന്തായാലും ആലോചിക്കാം. അല്ലാതെ ആളുകളെ നെയിം കോളിംഗ് ചെയ്ത് നിങ്ങൾ എന്നൊക്കെ പറയാൻ ഔദാര്യത്തിൽ കിട്ടിയ പണിയുടെ പേരിലാണ് നിങ്ങൾ ആയിട്ടില്ല. പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എടുക്കുന്നെങ്കിൽ നിങ്ങൾ CPM-ന് വേണ്ടി പണിയെടുത്തോ, എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ CPM-ന് വേണ്ടി പണിയെടുത്താൽ ഒരു കുഴപ്പമില്ല. ആരെ എന്ത് വിചാരിച്ചാണ് കളിക്കുന്നത്? എന്ത് വിചാരിച്ച ഞാൻ ಗೊತ್ತಾനാണ് ನನ್ನ ರೆಸ್ಪೆಕ್ಟ್ ಏನು ಗೊತ್ತಾ? കണ്ണു കണ്ട അലവലാദികളെ സ്ഥിരാമം കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. നിന്റെ പണയിടപാട് പോലെയല്ല എന്റെ അടിയിടപാട്. ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ചരിത്രപരതയെ നിങ്ങൾക്ക് വെല്ലുവിളിക്കാം. ഐ ചാലഞ്ച് യു. ആണ്ടവൻ, ഇത് കോയമ്പത്തൂരിലെ നിന്റെ മായാണ്ടിക്കുപ്പമല്ല, കൊച്ചിയാണ്, വിശ്വനാഥന്റെ കൊച്ചി. ആ ബോധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഒരു കാര്യം, ഒരു വസ്തുത, ഒരു ചരിത്രം പറഞ്ഞ ഉടനെ അങ്ങ് CPM പേടിച്ചു. സംഗതി മനസ്സിലായി, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. 3, 4, 5, 6 നമ്മുടെ മാനം കളയരുത്. ഞാൻ ചക്രത്തിന്റെ ഹാലിലാണ്. കുറച്ച് വെള്ളം കൊണ്ടാ വിചാരിച്ചോ? അങ്ങനെയൊക്കെ പേടിക്കുന്നവരുണ്ടാവും. എന്നെ കൂട്ടണ്ട അതിൽ കേട്ടോ. എന്റെ പേര് ചോറിന്റെ ആവശ്യത്തിനാണ് നിനക്ക്. ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ട ഞാനൊരു ചോദ്യം ചോദിച്ചാൽ താങ്കൾക്ക് ആധികാരികമായി അങ്ങനെയേ പറയാവൂ. ആധികാരികമായി, വസ്തുതാപരമായി, ചരിത്രപരമായി അല്ലാതെ ഉത്തരം മുട്ടുമ്പോ ചോദ്യം ചോദിക്കുന്ന നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. ഇപ്പോൾ ഞാൻ പോകുന്നു. പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ OP വളച്ച തിരിച്ചു വരും. ആ ഏറുപടക്കം കൊണ്ട് ഇതിനകത്ത് കയറിയേക്കരുത്. പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്.